2 വട്ടം കതകിൽ മുട്ടുമ്പോൾ അത് സിഗ്നലായി കണ്ട് കതക് തുറക്കണമെന്ന് പറഞ്ഞു. ആര്, എന്ത്, എങ്ങനെ എന്നുള്ളത് റാണിയുടെ മേൽ വായിക്കുമ്പോഴറിയാം. മാഡം, എൻ്റെ പേര് റാണി. യഥാർത്ഥ പേരൊന്നുമല്ല. എനിക്കിപ്പോൾ 29 വയസ്സുണ്ട്. 3 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. എനിക്ക് വിവാഹ ജീവിതത്തോട് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. വീട്ടിൽ നിർബന്ധിക്കുമ്പോഴും എനിക്ക് കല്യാണമേ വേണ്ടെന്ന് പറയും. അതിന് കാരണം ഞങ്ങളുടെ വീട്ടിൽ നടന്ന ചില സംഭവങ്ങളാണ്. എൻ്റെ ചേച്ചിയുണ്ട്. എന്നേക്കാൾ 2.5 വയസ്സിന് മൂത്തതാണ്. അവളുടെ കല്യാണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതാണ്. എൻ്റെ വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച് കണ്ടെത്തിയൊരു വരനാണ്. പുള്ളിയെ കാണാൻ നല്ല സുന്ദരനാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേ എൻ്റെ ചേച്ചി വിവാഹത്തിന് സമ്മതിച്ചു. എൻ്റെ അമ്മയ്ക്കും വീട്ടുകാർക്കുമെല്ലാം വളരെ സന്തോഷം. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചേച്ചി എന്നോട് ഒരു ദിവസം രഹസ്യമായിട്ട് പറഞ്ഞു, എടി, അമ്മായിച്ചനില്ലേ എപ്പോഴും എൻ്റെ പുറകെ നടക്കുകയാണ്, എന്നോട് അമിത സ്വാതന്ത്ര്യം കാണിക്കുന്നു. ഹസ്ബൻഡിനോട് ഞാൻ ഇതേപ്പറ്റി സൂചിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ദേഷ്യപ്പെടുകയാണ്. എൻ്റെ അച്ഛൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. സ്വന്തം മകളോടുള്ള വാത്സല്യം കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. 2 ആൺമക്കളാണ് ഈ വീട്ടിൽ. പിന്നെ പെണ്ണില്ലല്ലോ, നീയാണ് ആദ്യം വന്ന് കയറിയ പെണ്ണ്. അതുകൊണ്ട് നിന്നോട് അമിതമായുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ, അതിനെതിരെ പ്രതികരിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല മോളെ എന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ. ഞാൻ ഈ കാര്യം അമ്മയോട് സൂചിപ്പിച്ചു. അമ്മ പറഞ്ഞു, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ നമുക്കിത് പരിഹരിക്കാം. കാര്യം ഇവനോട് ടൗണിലെങ്ങാണം വീടെടുത്ത് താമസം മാറ്, ജോലി സ്ഥലത്തേക്ക് എന്ന് പറയുമെന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചിക്കും അത് ഇഷ്ടമായിരുന്നു. അങ്ങനെ അമ്മ കൂടി കുറച്ച് പൈസ കൊടുത്ത ശേഷമാണ് അവർ ടൗണിൽ ഒരു ഫ്ലാറ്റിലേക്ക് വാടകയ്ക്ക് വന്നത്. അങ്ങനെ ചേച്ചിയുടെ പ്രശ്നം ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 10-20 മിനിറ്റ് മാത്രമേ ഉള്ളൂ ചേച്ചി താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് പോയി അവളെ സഹായിക്കും. ചേച്ചിക്ക് 1.5 വർഷത്തിനിടയ്ക്ക് 2 വിശേഷമുണ്ടായി. പക്ഷേ 3 മാസം പോലും നിന്നില്ല. അതിൻ്റെ വിഷമത്തിലായിരുന്നു ചേച്ചിയും ഭർത്താവും. ഭർത്താവ് എന്നോട് ഭയങ്കര സ്നേഹമുള്ള ആളാണ്. എനിക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവരും. എൻ്റെ അമ്മയാണെങ്കിലും മരുമകനെ സ്നേഹിക്കാൻ മത്സരിക്കുന്ന ഒരമ്മയാണ്. അത്രയ്ക്ക് സ്നേഹമാണ്. അവിടെ പോയി നിന്ന് പകൽ സമയത്ത് അയാൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അമ്മ പോകുന്നത്. എൻ്റെ ചേച്ചിയെ മാക്സിമം സഹായിക്കും. നന്നായിട്ട് വിശ്രമിക്കാനും അവൾക്ക് അമ്മ ഉപകാരമായിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായി പോവുകയായിരുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ കല്യാണം നടക്കുന്നതിന് മുമ്പാണേ ചേച്ചി പിന്നെ ഒരു ദിവസം എന്നെ വിളിച്ചു. എടി മോളെ, നീ ഒരു ദിവസം വീട്ടിലേക്കൊന്ന് വരണമെന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്കൊക്കെ ആ ഫ്ലാറ്റിൽ ഞാൻ അമ്മയോട് പോകാറുള്ളതാണ്. ഞാൻ തനിച്ച് ചെന്നു. അമ്മയോട് പറയാത്ത എന്തോ കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പതിവ് പോലെ പൊട്ടിക്കരച്ചിൽ തുടങ്ങി. എന്താ ചേച്ചി, അമ്മായിച്ചിന് ഇവിടെയും വന്നോ? അപ്പോൾ ചേച്ചി പറഞ്ഞു, ഓ, അമ്മായിച്ചിനോട് അങ്ങ് വന്നായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല. ആദ്യകാലത്ത് എനിക്കങ്ങ് പേടിയായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങേര് പാവമാണ്. ഇപ്പോൾ എന്നോട് എന്തോ സ്നേഹമാണെന്നറിയാമോ? പിന്നെ ചേച്ചി പറഞ്ഞു അങ്ങേര് പുറകെ നടന്നു, ചൊറിഞ്ഞു, നോക്കി എന്നൊക്കെ പറഞ്ഞു. ആ എടി, അതൊക്കെ ആദ്യത്തെ ബുദ്ധിമുട്ടിയില്ലേ. ഞാൻ പതിവ്രതയായ ഒരു ഭാര്യയാണ്. ഒരു പുരുഷൻ എന്നെ നോക്കാൻ പാടില്ല. ഭർത്താവിൻ്റെ സ്വന്തമാണ് ഞാൻ എന്നൊക്കെ ഞാൻ അന്ന് അന്ധമായി വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് എനിക്കിത്തിരി ഇളക്കം കൂടുതലായിരുന്നു. അമ്മായിച്ചൻ്റെ ഒരു കുസൃതികളും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. ആഹാ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തത് കുസൃതിയാണോ? സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു കുസൃതിക്കാരനാണെന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. കാരണം ഇപ്പോൾ നടന്നത് അതിലും വലിയ കാര്യമാണ്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതില്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്താ ചേച്ചി, ഈ ഫ്ലാറ്റിലുള്ള മറ്റു പെണ്ണുങ്ങളുമായിട്ട് ആരെങ്കിലും ചേട്ടന് എന്തെങ്കിലും സൗഹൃദമുണ്ടോ? അപ്പോൾ ചേച്ചി പറഞ്ഞു, ഏയ് അങ്ങനൊന്നുമില്ല. ഇവിടെ വില്ലത്തി നമ്മുടെ അമ്മയാണ്. ചേച്ചി എന്താ പറഞ്ഞത്? അമ്മ വില്ലത്തിയെന്നോ? അമ്മയ്ക്കാണെങ്കിൽ ചേട്ടനോട് എന്ത് സ്നേഹമാണ്. പിന്നെ അമ്മ വന്ന് എന്ത് വില്ലത്തരം കാണിക്കാനാണ്? എടി, അമ്മ മരുമകനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവിടെ വരുന്നത്. എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നും ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യും. വാഷിംഗ് മെഷീൻ, തുണിയിടുന്നതും എല്ലാം അമ്മയാണ്. മോളെ, ഈ അടുത്ത കാലത്ത് കുറച്ച് നാൾ മുമ്പാണ് ഞാൻ അമ്മയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞാൻ അടുത്തില്ലെങ്കിലില്ലേ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഊരിയിട്ടിരിക്കുന്ന ഷർട്ട്, പാൻറ്, പിന്നെ മറ്റു കാര്യങ്ങൾ പറയണ്ടല്ലോ. അമ്മയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് മോളെ മണത്ത് നോക്കുകയാണ്. ഞാൻ ഇതാദ്യം കണ്ടു. എനിക്ക് തോന്നി ഒത്തിരി മുഷിഞ്ഞിരിക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും തുണി മണത്ത് നോക്കാറില്ലേ, അതുകൊണ്ടായിരിക്കുമെന്ന്. പക്ഷേ പിന്നീട് ഒരു ദിവസമില്ലേ, അമ്മ ഞാൻ കണ്ടു ജോക്കി എടുത്തിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു 2-3 മിനിറ്റ് മണപ്പിച്ച് നോക്കുകയാണ് മോളെ. ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുകയാണ്. അമ്മ എന്നെ കാണുന്നില്ല. പക്ഷേ
പക്ഷേ ജനൽ കണ്ണാടിയുടെ റിഫ്ലക്ഷനില്ലേ, അത് വെച്ച് എനിക്ക് കറക്റ്റ് കാണാം മോളെ. എൻ്റെ കാല് ഉറഞ്ഞു പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്നു. അമ്മ തത്രപ്പാടോടുകൂടി അത് ഒളിപ്പിച്ചു. അമ്മയ്ക്ക് മനസ്സിലായില്ല ഞാൻ കണ്ടെന്ന്. എന്തായാലും അമ്മയുടെ വരുന്നത് എനിക്കൊരു വെല്ലുവിളിയാണെന്ന് മനസ്സിലായി. മിക്കവാറും ഞാനും ഭർത്താവും തമ്മിൽ പിരിയാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ടെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അമ്മയോട് ഡയറക്റ്റായിട്ട് അമ്മ എന്തായി കാണിക്കുന്നത്? ഇവിടെ ഇനി വരരുത്, എനിക്ക് ഭർത്താവിന് സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്നെനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ പറയാനുള്ളൊരു ധൈര്യവും എനിക്കില്ല മോളെ. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ രണ്ടുപേരെയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങി. എന്നിട്ട് ഹസ്ബൻഡ് ഞാൻ വാൺ ചെയ്തു, ഇനിയാണെങ്കിൽ നിങ്ങൾ മുഷിഞ്ഞ തുണി ഒരിക്കലും കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനിൻ്റെ സൈഡിലുള്ള ബക്കറ്റിൽ ഊരിയിടരുത്. ഈ മുറിയില്ലേ നമ്മുടെ ബെഡ്റൂം, അതിനുള്ളിലെ ബക്കറ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് എന്താ അങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, അതാണ് കൺവീനിയൻറ്റ്, അവിടെ എല്ലാം കൂടി ഇട്ട് വെറുതെ വിയർപ്പ് ആക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് അങ്ങനെ ചെയ്തു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് സംശയം തോന്നി. എന്നിട്ട് ഒരു ദിവസം എന്നോട് ചോദിച്ചു, എന്താടി ഇപ്പം അവൻ്റെ ഡ്രസ്സുകളൊന്നും നീ അലക്കുന്നില്ലേന്ന്. ഞാൻ പറഞ്ഞു ഉണ്ടമ്മേ, ഞാനാണെങ്കിലേ എല്ലാം വൈകുന്നേരം ആകുമ്പോഴേക്കും അലക്കിയിടും. അതെന്താ നിനക്കൊരു പുതിയ ശീലം, ഇതിനകത്ത് കൊണ്ടിടുകയായിരുന്നല്ലേ പതിവ്? ഓ ഒന്നുമില്ലമ്മേ, കണ്ടപ്പോൾ ഞാൻ ഇപ്പം അലക്കണമെന്ന് എനിക്കങ്ങ് തോന്നിയെന്ന് പറഞ്ഞു. അമ്മയുടെ മുഖത്ത് ഒരു രസമല്ലാത്ത ഭാവമാണ് കണ്ടത്. അതോടുകൂടി ആ പ്രശ്നം അങ്ങ് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ അങ്ങനെയല്ല മോളെ. ചേട്ടൻ വീട്ടിലുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ അമ്മ 10-11 മണിയാകുമ്പോൾ അവിടെ വരും. എന്നിട്ട് എന്നെ ഉച്ചയൂണ് സഹായിക്കും. പിന്നീടില്ലേ ഏകദേശം ഒരു 2:30 ആകുമ്പോഴേക്കും അമ്മ തിരിച്ചിങ്ങ് വീട്ടിൽ പോരുമല്ലോ. അയ്യോ ചേച്ചി, അങ്ങനൊന്നുമല്ല. അമ്മ മിക്കവാറും ഇങ്ങോട്ട് വരെയില്ല. അമ്മയാണെങ്കിൽ വൈകുന്നേരം ആണല്ലോ വരുന്നത്. 2 മണിക്കൊന്നും അമ്മ തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ആ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഏകദേശം 2-2:30 ആകുമ്പോഴേക്കും അമ്മ ഇറങ്ങും. ഞാൻ ഓർത്ത് വീട്ടിലാണ് വരുന്നതെന്നും. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി അമ്മ വീട്ടിലല്ല വരുന്നതെന്നും. പിന്നെ അമ്മ എവിടെ പോകുന്നു? ഒരു ദിവസം 2-2:30 ആയപ്പോൾ അമ്മ വീട്ടിലാണെന്ന് പറഞ്ഞ് പോയി. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോഴില്ലേ പോകാനിറങ്ങിയ അമ്മ അവിടെ സോഫയിലിരുന്ന എൻ്റെ ഹസ്ബൻഡിനെ നോക്കിയിട്ട് എന്തോ ഒരു സിഗ്നൽ കാണിക്കുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡും അത് ഓക്കെ എന്നുള്ള രീതിയിൽ കണ്ണ് പതിയെ അടച്ച് കാണിക്കുന്നു. അമ്മ പോയി ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് പോയി കുളിച്ചു. എടി ഞാനാണെങ്കിലേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകട്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് അടുത്തൊക്കെയുണ്ട്. അവരാണെങ്കിൽ അവിടെ ഒരു ക്ലബിൽ പോയി ചില എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. എന്തോ ബോളോ അങ്ങനെ എന്തൊക്കെയോ ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കളിക്കാൻ പോകാറുണ്ട്. അപ്പോൾ അതെനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ഏകദേശം 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ പോകാറുണ്ട്. പിന്നെ വൈകിട്ടാണ് വരുന്നതും. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ പെട്ടെന്ന് കുളിച്ച് ഒരുങ്ങിയുള്ള ഈ പോക്ക് അല്ലെങ്കിൽ ഈ കണ്ണ് കാണിച്ചതാണ് എനിക്ക് സംശയമുണ്ടായത്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴില്ലടി, മിക്കവാറും അമ്മ ഈ 2 മണിക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെങ്കിൽ അമ്മ പോയി കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് കുളിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡും ഇറങ്ങും ഇതേപോലെ ക്ലബ്ബിൽ പോകുക, കൂട്ടുകാരെ കാണാൻ പോകുക എന്നുള്ളത്. അപ്പോൾ പതിവായൊരു ശീലമായതുകൊണ്ട് ഞാനും മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഇന്ന് ഞാൻ ശ്രദ്ധിച്ചടി. അങ്ങനെ ഞാനും ഹസ്ബൻഡ് എവിടെ പോയാണെന്നുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പിന്തുടർന്നു. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരുങ്ങി പുള്ളിക്കാരൻ പോകുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിന് തൊട്ട് താഴെയുള്ള നിലയിലെ ഒരു ഫ്ലാറ്റിലേക്കാണ്. അറ്റത്തൊരു ഫ്ലാറ്റുണ്ട്, 8 ആണ് അതിൻ്റെ നമ്പർ. അതിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ എൻ്റെ ഹസ്ബൻഡിനെ പോലെ വലിയൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സാറാണ് താമസിക്കുന്നത്. 19-52 വയസ്സുണ്ട്. പലപ്പോഴും കാണാറുണ്ട്, വിഷ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഒരു സുഹൃത്തുമാണ്. അവിടേക്കാണ് പോകുന്നത്. ഹസ്ബൻഡ് മുട്ടുന്നു. ഞാനാണെങ്കിൽ എത്തി നോക്കി. എന്നിട്ട് അതിനകത്ത് കയറിപ്പോകുന്നു. പിന്നെ കുറച്ചു നേരം ഞാൻ അവിടെ നിന്നു. ഒരു 10-15 മിനിറ്റ് ഞാൻ ഇറങ്ങി നോക്കി. എൻ്റെ ഹസ്ബൻഡ് അതിൽ നിന്ന് ഇറങ്ങി വന്നോന്ന്. എനിക്കാണെങ്കിൽ വല്ലാത്ത സംശയങ്ങളായി. എന്തിനാണ് അയാളുടെ റൂമിൽ പോയിരിക്കുന്നത്? മദ്യപാനം വല്ലതും ആകുമോ? കൂട്ടുകെട്ട് മോശമാകുകയാണോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പിന്നെയും എനിക്ക് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി നോക്കും, അല്ലെങ്കിൽ ഞാൻ മുകളിൽ നിന്ന് മെയിൻ എൻട്രൻസിലേക്ക് നോക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴില്ലേ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് കാണും. പലതവണ ഞാൻ കയറി വരികയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട് തെഞ്ഞു എന്ന് പറയാം. ആ സമയത്തുണ്ട് പെട്ടെന്ന് ആ സാറിൻ്റെ ഫ്ലാറ്റിൻ്റെ വാതിൽ തുറന്നു. ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അമ്മ സാരിയൊക്കെ നന്നായി ഞൊറിഞ്ഞെടുത്ത് ഒന്നും കൂടി മേക്കപ്പ് ഇട്ടിട്ട് ദേ പുറത്തിറങ്ങി വരുന്നു. ഞാൻ പെട്ടെന്ന് മറഞ്ഞു നിന്നു. അമ്മയാണെങ്കിൽ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഒരു ഭാവഭേദവുമില്ലാതെ താഴേക്ക് ഇറങ്ങിപ്പോകുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ആ സാറും വന്നു. ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്. എന്നിട്ട് ഇറങ്ങിപ്പോയി. അയാളാണെങ്കിൽ അമ്മയെ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങ് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. ഒരു പക്ഷേ ഇവിടെ അടുത്തങ്ങനെ കൊണ്ടുവിടുമായിരിക്കാം. എന്തായാലും അത് ഞാൻ കണ്ടു. ഇത്തിരി കഴിഞ്ഞപ്പോഴുണ്ട്
ഹസ്ബൻഡും അവിടുന്ന് ഇറങ്ങി വരുന്നു. ഞാൻ പെട്ടെന്ന് മേളിലേക്കങ്ങ് പോയി. എനിക്ക് ഏകദേശ ചിത്രങ്ങളൊക്കെ വ്യക്തമായിടി. അങ്ങേര് സ്റ്റെപ്പിൻ്റെ അവിടെ വന്നിട്ട് താഴോട്ടിറങ്ങാൻ നേരത്തില്ലേ ഞാൻ ചാടിപ്പിടിച്ചു. വാ ഇവിടെ, എനിക്ക് നിറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞിട്ട് കോറിഡോറിൽ നിന്ന് കരുതുള്ളാതെ ഞാൻ പുള്ളിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി. പിടിക്കപ്പെട്ടുവെന്ന് പുള്ളിക്കാരന് മനസ്സിലായി. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്നും. അപ്പോഴാണ് പറഞ്ഞത്, ഈ അടുത്ത കാലം മുതൽ അമ്മ അമിതമായി സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. പിന്നെ എവിടെങ്കിലും അടുത്തിരിക്കുമ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചെന്നിട്ട് അമ്മ തന്നെ വാത്സല്യത്തോടുകൂടി തലയിൽ തലോടുകയാണ്. പക്ഷേ പിന്നീട് അതിൻ്റെ നിറം മാറി. തലയിലല്ല തലോടിയത്, എവിടെയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് അമ്മയാണ് മുൻകൈ എടുത്തിട്ട് കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ കൈകടത്തലുകൾ നടത്തിയത്. അങ്ങനെ 3-4 വട്ടമായി കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിൻ്റെ മനസ്സ് മാറി. ഫോർമുലകൾ അങ്ങേരും മനസ്സിലോർത്തു. അങ്ങനെ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ഈ സാറെന്ന് പറയുമ്പോഴേക്കും ഫാമിലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. പുള്ളിക്ക് ഇത്തരം വിഷയങ്ങളിൽ അസാമാന്യമായ പാഠവുമുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അങ്ങയുടെ നല്ല സുഹൃത്താണ്. സുഹൃത്തുക്കൾ തമ്മിലുള്ള നർമ്മ സംഭാഷണത്തിൽ അമ്മായിയമ്മ വട്ടം കറക്കുകയാണെന്നുള്ള കാര്യം എൻ്റെ ഹസ്ബൻഡ് അങ്ങേരോട് പറഞ്ഞു. അപ്പോഴേക്കും പുള്ളി പ്രോത്സാഹിപ്പിച്ചു. അതിനെന്താ, അതൊന്നൊരു പ്രശ്നമല്ല, ഭാഗ്യമായിട്ട് കരുതണം. അമ്മായിയമ്മയുടെ സ്നേഹം കിട്ടാന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണെന്ന്. അപ്പോൾ ഹസ്ബൻഡും ആകെ കൂടി പൂത്തിരി കത്തുന്നത് പോലെ ഒന്ന് പൊങ്ങി ഉയർന്നു. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത്, ഒരു പ്രശ്നവുമില്ല, അങ്ങനെ നല്ല ഇളക്കക്കാരിയായ അമ്മായിയമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, സേഫ് പ്ലേസ് ഇവിടെ ഉണ്ടല്ലോ, എന്നെ കൊണ്ടുവന്ന് ഒന്ന് പരിചയപ്പെടുത്തൂ, എനിക്കൊരു കൂട്ടാകും, പിന്നെ നിനക്കും സേഫായിട്ടുള്ളൊരിടമാകും, ദൂരെ എങ്ങും കറങ്ങാനൊന്നും പോകേണ്ട കാര്യമില്ല, നിന്റെ ഭാര്യ അറിയാതെ തൊട്ടടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കും എന്ന് പറഞ്ഞ് അങ്ങേർ എൻ്റെ ഹസ്ബൻഡിന് നന്നായി ധൈര്യം കൊടുത്തു. അങ്ങനെ അമ്മയെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു. കൊള്ളാം, പണക്കാരന് സുന്ദരമായ ഒരു 52കാരനെ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്താ പുളിക്കുമോ? അങ്ങനെ അമ്മ അവിടെയും ഒരു കൈ കൊടുത്തു. പിന്നെ സ്വപ്ന സാക്ഷാത്കാരമായ മരുമകനുമുണ്ടല്ലോ. ഒരേ സമയം തന്നെ ഫോറിൻ കാറുമുണ്ട്, ബുള്ളറ്റുമുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലായിരുന്നു അമ്മ. പിന്നെ അവർ അടങ്ങിയിരിക്കുമോ? ഒരു കുഴപ്പവുമില്ലാതെ അത് തുടർന്ന് വരുന്നതിൻ്റെ ഇടയ്ക്കാണ് എന്തായാലും ഞാൻ കണ്ടുപിടിച്ചത്. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഹസ്ബൻഡ് എന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞു. ഈ ബന്ധം ഞാൻ ഇനി തുടരുന്നില്ല. എടി, എനിക്ക് നല്ലൊരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു, അത് ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. ഞാൻ ഗൾഫിൽ പോവുകയാണ് എന്ന് പറഞ്ഞു. ചേച്ചി, ഇത് നമുക്ക് പറഞ്ഞ് ശരിയാക്കാമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി കേട്ടില്ല. ഇത് കണ്ടുപിടിച്ച് ഏകദേശം 3 മാസമായി കഴിഞ്ഞപ്പോഴേക്കും അമ്മയോട് പറഞ്ഞു. ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് അമ്മയോടും മിണ്ടാതെ അവൾ ഗൾഫിലേക്ക് പോയി. അവിടെ ജോലി ചെയ്യുകയാണ്, ഇപ്പോഴും അവിടെയാണ്. രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ടില്ല. ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടി. എൻ്റെ അമ്മയോട് അവൾ മിണ്ടാറേയില്ല. അമ്മയാണെങ്കിൽ പറഞ്ഞത് അവൾ തെറ്റിദ്ധരിച്ചതാണെന്ന്. ഈ ഒരു സംഭവം ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കി. അതോടുകൂടി ഞാൻ വിചാരിച്ചു എനിക്ക് വിവാഹം വേണ്ട, കഴിച്ചാൽ ശരിയാകില്ല, അമ്മയും ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ അമ്മ പിന്നീട് പറഞ്ഞു, അയ്യോ മോളെ, അങ്ങനൊന്നുമില്ല, അവൾക്ക് വെറും തോന്നലാണ്, ഭർത്താവിനോടുള്ള അമിതമായ പൊസസീവ്നെസ് കൊണ്ട് നമുക്ക് തോന്നിയതാണ്, കാവിലമ്മയാണ് സത്യം, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. അതൊക്കെ കേട്ടപ്പോൾ അമ്മയുടെ ഭാഗത്തും സത്യമുണ്ടോ? സത്യം ഇട്ട് പറയുകയില്ലേ എന്നെനിക്ക് തോന്നി. എൻ്റെ അച്ഛൻ പോലും വിശ്വസിച്ചു. അങ്ങനെ പിന്നീട് ഞാൻ ഇനി അവർ പറഞ്ഞ വിവാഹം ഞാൻ കഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒരാലോചന വന്നപ്പോൾ ഞാൻ സമ്മതിച്ചത്. പിന്നെ ചെക്കനെയും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സൗന്ദര്യമുള്ളൊരു ചെക്കൻ. പക്ഷേ എൻ്റെ ചേച്ചി അറിഞ്ഞപ്പോൾ പറഞ്ഞു, മോളെ, ഇത് റെഡ് സിഗ്നലാണ്, നീ ഒരു കാര്യം ചെയ്തോളൂ, അവനെയും കൊണ്ട് ഇങ്ങോട്ട് വരികയും ചെയ്യരുത്, വന്നു കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞു. ചേച്ചിയും നിരാകരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ശരി, ഞാൻ ശ്രദ്ധിച്ചോളാമെന്ന്. അങ്ങനെയാണ് ഞാൻ വിവാഹിതയായത്. പക്ഷേ എൻ്റെ ജീവിതം ചേച്ചിയുടെ ജീവിതം പോലെ അത്ര സുന്ദരമൊന്നും ആയിരുന്നില്ല ആദ്യ കാലഘട്ടങ്ങളിൽ. കാര്യം എൻ്റെ ഹസ്ബൻഡിന് ഈ പറഞ്ഞ രീതിയിലുള്ള ചൊടിയോ ചുണയോ മിടുക്കോ ഒന്നുമില്ല. എനിക്ക് ഹസ്ബൻഡിൻ്റെ സൗന്ദര്യത്തിൽ നല്ല മതിപ്പുണ്ടായിരുന്നു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോഴില്ലേ ഇങ്ങനെ ഒരാൾ ഓക്കെ ഭർത്താവായി ഉണ്ടല്ലോ എന്ന് ഉള്ളതല്ലാതെ മറ്റ് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ മാത്രം സ്നേഹപ്രകടനങ്ങളോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് വേണ്ട ഒരു കാര്യങ്ങളും അയാളിലില്ല. എന്നാലോ പ്രശ്നമുണ്ടാക്കാതെ
സാമ്പത്തികമുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്നേ ഉള്ളൂ. ചേച്ചി പറഞ്ഞത് കേട്ടിട്ട് ഞാനെന്ത് ചെയ്തു? എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചത്. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ പോകാറില്ല, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലും പോകാറില്ല. ഞങ്ങൾ രണ്ടുപേരും വല്ലപ്പോഴും മാത്രം പോയി ഒരു ദിവസം അവിടെ നിൽക്കും, തിരിച്ചു പോരും. അപ്പം റിസ്ക് ഒന്നുമില്ലല്ലോ എന്നോർത്തു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അമ്മായച്ചനാണെങ്കിലും അമ്മായിമ്മയാണെങ്കിലും എന്നോട് വളരെ സ്നേഹമാണ്, ഒരു പ്രശ്നവുമില്ല. എങ്കിലും എൻ്റെ അമ്മയുടെ കാര്യം ഓർത്ത് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ആ സ്ഥലത്ത് നിന്നത്. പിന്നെ എൻ്റെ ഭർത്താവിനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹം നിന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് എനിക്കൊട്ട് വിശേഷങ്ങളും ഉണ്ടായില്ല. അമ്മ ഇതിനിടയ്ക്ക് വിളിച്ച്, എടീ ഇത്രയും നാളായല്ലോ, വിശേഷമൊന്നും ഉണ്ടായില്ലേ? ഞാൻ ചോദിച്ച് വിശേഷം ഉണ്ടായിട്ട് എന്ത് ചെയ്യാനാ? എന്നാൽ എൻ്റെ മോളെ, നീ അവനോടൊന്ന് പറയണം, ശ്രദ്ധിക്കാൻ. നീ ശ്രദ്ധിക്കണം, അതിന് ചില ഡേറ്റുകളൊക്കെ ഉണ്ട്, അമ്മ പറഞ്ഞു തരാം. പിന്നെ ആ ദിവസങ്ങളിൽ സ്നേഹമായിട്ട് ഇരുന്ന ശേഷം ചെയ്യേണ്ട ചില കാര്യങ്ങൾ നിനക്ക് പ്രത്യേകമായിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ടമ്മേ, അതൊക്കെ ഞാൻ ഇൻ്റർനെറ്റിൽ നോക്കി കണ്ടുപിടിച്ചോളാം, അമ്മയുടെ ഉപദേശത്തിന് നന്ദി എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് കൂടുതൽ സംസാരിക്കാനുള്ള ഇട ഞാൻ കൊടുത്തില്ല. പക്ഷേ സൗന്ദര്യം നോക്കി വിവാഹം കഴിച്ച് എൻ്റെ ദാമ്പത്യ ബന്ധം ഒരു കൈത്തോട് പോലെ മാത്രമാണ് ഒഴുകിപ്പൊക്കൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. എനിക്ക് കടലോളം ദാഹങ്ങളും മോഹങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടക്കാതെ വെറും ഒരു ചാല് പോലെ എതിലേക്കോ എവിടേക്കോ സംഗമങ്ങൾ ഒന്നും നടക്കാതെ പോകുന്ന ഒരു കൈത്തോട്. അതായിരുന്നു എൻ്റെ ജീവിതം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്ത ദേഷ്യവും വിഷമവും ഒക്കെ തോന്നി. ചേച്ചി ജീവിക്കുന്ന സ്ഥലത്ത് ചേച്ചിക്ക് ഒരാളുമായി ലിവിങ് ടുഗദർ ഉണ്ട്. പക്ഷെ ചേച്ചി ഒരിക്കലും അയാളെ കല്യാണം കഴിക്കില്ലെന്നാണ് പറയുന്നത്. അങ്ങനൊരു കല്യാണം ഇനിയില്ലെന്ന് ചേച്ചി എന്നോട് പറഞ്ഞു. ആക്ച്വലി ചേച്ചി അവിടെ ജീവിതം എക്സ്പ്ലോർ ചെയ്യുകയായിരുന്നു, എൻജോയ് ചെയ്യുകയാണ്. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ല. പക്ഷെ എൻ്റെ ചേച്ചി എന്നോടെല്ലാം പറയുമായിരുന്നു. അവസാനമായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചേച്ചിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അപ്പം ചേച്ചി പറഞ്ഞു, എന്ത് ചെയ്യാനാ മോളെ, അവനെ കൊണ്ടുവന്ന് ഒരു ഡോക്ടറെ കാണിക്ക്, അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ആകുമ്പോൾ എൻ്റെ അമ്മായച്ചനും അമ്മായിമ്മയ്ക്കൊക്കെ എന്നോട് നല്ല സ്നേഹമാണ്. അവരുടെ സാമീപ്യം കൊണ്ടെങ്കിലും ബോർഡി മാറ്റാമല്ലോ എന്ന് പറഞ്ഞു. അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. ഹസ്ബൻഡിനോട് ചോദിച്ചു, അതെന്താ അങ്ങനെയെന്ന്. ഞാൻ പറഞ്ഞു, സാരമില്ല, എനിക്ക് പ്രശ്നമില്ല, ഈ ഫ്ലാറ്റിലെ ജീവിതം എനിക്ക് മടുത്തു എന്ന് പറഞ്ഞു. എന്തായാലും ഏകദേശം ഒരു 10-30 കിലോമീറ്ററേ ഉള്ളൂ, അത് ഹസ്ബൻഡ് പോയി വന്നോളും. അങ്ങനെയാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലല്ല, എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ. അമ്മായിമ്മയ്ക്കും അമ്മായിച്ചനും ഭയങ്കര സന്തോഷം. പിന്നെയും എനിക്ക് റിലാക്സേഷൻ തോന്നി. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ അവരോട് പറഞ്ഞില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ സന്തോഷം തിരിച്ചു വന്നതുപോലെ എനിക്ക് തോന്നി. ഞങ്ങളിവിടെ വന്നതോടുകൂടി എൻ്റെ അമ്മയ്ക്ക് പിന്നെയും ഈ മരുമകനോടുള്ള സ്നേഹമങ്ങ് കൂടി. മക്കളെ അവിടെ ആയിരുന്നപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകാൻ തുടങ്ങി. നോക്കിയപ്പോൾ അമ്മ ആദ്യം കാണിച്ചതുപോലെയുള്ള സ്നേഹപ്രകടനങ്ങളാണ് എൻ്റെ ഹസ്ബൻഡോടും കാണിക്കുന്നത്. കാണാൻ സുന്ദരനാണല്ലോ. അമ്മേ, അമ്മ നോക്കിയിട്ട് കാര്യമില്ല, അഴകുള്ള ഈ ചക്കയിൽ കുരുവില്ല എന്നെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, അമ്മയുടെ ആവേശവും കൊഞ്ചലും കുഴച്ചലും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചേച്ചിക്ക് സംഭവിച്ച കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇതാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. മോഹിച്ച് മോഹിച്ച് ചെന്ന് കഴിയുമ്പോഴേക്കും തേങ്ങ പ്രതീക്ഷിച്ചെടുത്ത് ഒരു തേങ്ങാപ്പൂള് പോലും കാണില്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലാകും. അമ്മയ്ക്ക് അങ്ങനെ തന്നെ വേണം. ഈ കാര്യത്തിൽ എനിക്കൊരു ശ്രദ്ധയുമില്ല. ഭർത്താവിനെ ഞാൻ കൈ അയച്ചങ്ങ് വിട്ടേക്കാണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അമ്മ നിർബന്ധിക്കുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയും, നിങ്ങൾ ഇടയ്ക്ക് അവിടെ പോയി ചോറൊക്കെ കഴിച്ചിട്ട് വാ, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് പോയി കഴിക്കൂ, അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് വാ എന്ന് പറഞ്ഞ് ഹസ്ബൻഡിനെ മാത്രമായിട്ട് വിടും. എൻ്റെ അച്ഛൻ വരുമ്പോഴേക്ക് രാത്രി ഒരു 8-8:30 അപ്പോൾ അങ്ങനെ പോയി. ഇനി അവിടെ എന്തെങ്കിലും നടക്കുകയാണെങ്കിലും എനിക്കൊന്നുമില്ല, ചെമ്മീൻ ചാടയിൽ മുട്ടോളോ അത്രയല്ലേ ഉള്ളൂ. എൻ്റെ ചേച്ചിയെ പോലെ ഞാൻ അത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ പോയി ഒരു ദിവസം എൻ്റെ ഭർത്താവ് ഭയങ്കര ഡള്ളായി. പിന്നീട് അമ്മ വിളിച്ചു കഴിഞ്ഞാൽ, ഞാൻ പോകുന്നില്ല, മടിയാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നി സംഭവങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് കാണും, അവിടെ ഹസ്ബൻഡ് പരാജയപ്പെട്ട് കാണും. എൻ്റെ അമ്മയല്ലേ, അമ്മ എപ്പോഴേ ചാടിച്ചു വിട്ട് കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പുള്ളിയെ അപമാനിച്ച് കാണും. അതുകൊണ്ട് ഞാൻ കിഴിഞ്ഞു ചോദിച്ചു. അവസാനം എൻ്റെ ചേച്ചിക്ക് സംഭവിച്ച കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അത് ശരിയാണ്, അമ്മ ഇങ്ങനെ എന്നോട് അടുത്ത് പെരുമാറി. എനിക്ക് നിൻ്റെ അടുത്ത് പോലും കറക്റ്റായുള്ള കാര്യങ്ങളില്ലാത്തത് കൊണ്ട് ഞാനാണെങ്കിൽ ഒരാവേശത്തിൽ അവരുടെ കിണലിൽപ്പെട്ടെങ്കിലും എനിക്ക് ഒരു രീതിയിലുള്ള ഉണർവും ഉണ്ടായില്ല. അതോടുകൂടി അവർ ഒരാണെന്നുള്ള നിലയിൽ എന്നെ കളിയാക്കി അധിക്ഷേപിച്ച് സംസാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു സാരമില്ല, എന്തായാലും വയ്യാത്ത ഏതോ ഒരു ജീവി കയ്യാലെ കയറില്ലെന്നല്ലേ, എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ പറ്റി, സാരമില്ല, ഞാൻ ക്ഷമിച്ചു, ഇങ്ങനെ അങ്ങ് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായല്ലോ, ഒരു സ്ത്രീയായ ഞാനാണ് നിങ്ങളുടെ ഭാര്യ. അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന കാര്യം എന്താണ്? യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്കറിയാമോ? എനിക്കിപ്പോൾ മനസ്സിലായി, എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡ് ഞാനോട് കൗൺസിലിങ്ങിന് പോയി, ഡോക്ടറെ കണ്ടു. എന്നിട്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ചിലപ്പോൾ നാച്ചുറലി ഞാൻ ഇതുപോലെ ആയിരിക്കും, നീ ഇടയ്ക്ക് നിൻ്റെതായ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല, പക്ഷെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കരുത്, നീ എന്നെ ഇട്ടിട്ട് പോകല്ലെന്ന് പറഞ്ഞു. എനിക്ക് ഹസ്ബൻഡിനോടുള്ള ഇഷ്ടക്കുറവ് പോയി, അദ്ദേഹത്തോട് നല്ല സ്നേഹം തോന്നി. അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു സ്വാതന്ത്ര്യമാണല്ലോ, നോക്കട്ടെ, അത് ഭാവിയിൽ ഉപകരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ സ്ട്രെസ്സൊക്കെ ഒന്ന് ഒഴിഞ്ഞിരുന്നപ്പോഴാണ് അമ്മായിച്ചനൊരു ദിവസം എന്നോട്, മോളെ, നിങ്ങൾ രണ്ടുപേരും കൂടെ സിറ്റ് ഔട്ടിലിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടു, വാലും തലയുമേ കേട്ടുള്ളൂ, അവൻ എന്താ മോളെ പ്രശ്നം? യഥാർത്ഥത്തിലുള്ള കാര്യം എന്നോട് പറയണം, നിങ്ങൾക്ക് കുട്ടികളുണ്ടാകാത്തത് അവൻ്റെ പ്രശ്നം മൂലമാണോ എന്ന് ചോദിച്ചു. ഞാനിപ്പോൾ പറയണോ വേണ്ടയോന്ന് ഒന്ന് ചിന്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കഥകളെല്ലാം അങ്ങ് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്, അമ്മയുടെ ചില പ്രശ്നങ്ങൾ, ഹസ്ബൻഡ് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞത് എല്ലാം ഞാൻ തുറന്ന് സംസാരിച്ചു. കാര്യം എനിക്ക് തുറന്ന് പറഞ്ഞ് ഒന്ന് പൊട്ടിക്കരയാൻ ആരെങ്കിലും വേണമായിരുന്നു. അമ്മായിച്ചൻ അടുത്തിരുന്ന് എന്നോട് ആശ്വാസവാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെ ഞങ്ങൾ പലപ്പോഴും ഈ വിഷയം അമ്മ അറിയാതെ ചർച്ച ചെയ്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ മകനാണവൻ, പക്ഷെ അവനങ്ങനെ വരേണ്ടതല്ല, ഈ പ്രായത്തിലും ഞാനാണെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് പോലെ കുതിച്ചു പായുകയല്ലേ എന്നൊക്കെ പറഞ്ഞു. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നാണം വന്നു. ഞാൻ പറഞ്ഞു, പോയച്ചാ, എന്തൊക്കെയാ പറയുന്നത്? പക്ഷെ പുള്ളി പിന്നെയും അങ്ങനെ ഒരു സംഭാഷണത്തിൽ പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഇന്ന് രാത്രി അവൻ ഉറങ്ങിക്കഴിയുമ്പോഴേക്കും ഞാൻ വന്ന കഥകിൽ 2 തട്ട്, അതൊരു സിഗ്നലാണ് എന്ന് നീ വിചാരിച്ചാൽ മതി. നീ പുറത്തേക്ക് ഇറങ്ങി വാ. അച്ഛൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ചെറുതായി ഞാൻ 2 തട്ട് തട്ടാം, ഒരു സിഗ്നൽ, അത്രയേ ഉള്ളൂ. ആ സമയത്ത് നീ പുറത്തേക്കൊന്ന് വരിക. കാര്യം നിനക്കറിയാമല്ലോ, നിൻ്റെ അമ്മായിമ്മ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾ രാവിലെ 6 മണിയാകുമ്പോഴേ എഴുന്നേൽക്കുകയുള്ളൂ. നിൻ്റെ ഭർത്താവ് അങ്ങനെ തന്നെ, അവൻ എൻ്റെ മകനല്ലേ, എനിക്കറിയാം. ശരിയാച്ചാ, 2 പേർക്കും ഉറക്കം ഒത്തിരി കൂടുതലല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയ സിഗ്നൽ. ഞാൻ പറഞ്ഞു, വേണ്ട, അങ്ങ് തട്ടിയ ശബ്ദം കേൾക്കും. ഒരു കാര്യം ചെയ്യ്, അച്ഛനാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ 1 മണി കഴിഞ്ഞിട്ടേ ഇപ്പോൾ ഉറങ്ങാറുള്ളൂ എന്ന് പറഞ്ഞു. അത് നല്ല കാര്യമാണ്, എന്തിനാ വെറുതെ റിസ്ക് എന്ന് പറഞ്ഞ് ആ ഡീൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അന്ന് എനിക്ക് ആദ്യം തുടക്കത്തിൽ ഭയങ്കര ഭയമായിരുന്നു. ഞങ്ങൾ വീടിന് പുറത്തു പോയി, എന്നിട്ട് അവിടെ ഒരു സ്ഥലം കണ്ടെത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടുത്തെ വിറകുപുര എന്ന് വേണമെങ്കിൽ അങ്ങ് പറയാം. അവിടെ അതിനുള്ള സംവിധാനങ്ങൾ അച്ഛൻ ഉണ്ടാക്കി വെച്ചിരുന്നു. എന്തായാലും പരിമിതമായ സൗകര്യങ്ങൾ മാത്രം. അന്ന് എൻ്റെ ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ കൂടി ഞാൻ കടന്നുപോയ ഒരു ദിവസമായിരുന്നു. പക്ഷേ അത് പരീക്ഷണമല്ല, എൻ്റെ തേടിയുള്ള യാത്രകൾക്ക് കിട്ടിയ മുട്ടനൊരു ട്രോഫിയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ ട്രോഫി കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എല്ലാം മറന്നു. പരിമിതമായ സൗകര്യങ്ങളും വളരെ റിസ്ക്കുമുള്ള എല്ലാ സീനുകളിലും എനിക്ക് അഭിനയിക്കേണ്ടി വന്നു. എന്നാലും ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു. അത് പിന്നീട് ആഴ്ചയിൽ 1-2 വട്ടം ആവർത്തിക്കേണ്ടി വന്നു. കാര്യം ഇണപിരിയാത്ത സുഹൃത്തുക്കളായി ഞങ്ങൾ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റിസ്ക്കും എടുത്ത് ഞങ്ങൾ അത് നടത്തിയെടുത്തു. തുടർച്ചയായി പല അവസരങ്ങളും ഞങ്ങൾ കണ്ടെത്തി. ഒത്തിരി റിസ്ക് സീനുകൾ ചെയ്താണ് ഞങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോഴും നല്ല കാലം തന്നെയാണ് ഞങ്ങളുടേത്. പക്ഷേ മാഡം, ഇപ്പോഴാണ് എനിക്ക് വിശേഷമുണ്ടായിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യാനാണ്? ഹസ്ബൻഡിനോട് ഞാനത് പറഞ്ഞു. യഥാർത്ഥ കാര്യം പുള്ളിക്കറിയില്ല. പക്ഷേ ഈ കാര്യം കേട്ടപ്പോൾ സന്തോഷമായി. അങ്ങനെ ജീവിതം എല്ലാം മറച്ചു പിടിച്ചാണ് ഞാൻ കൊണ്ടുപോകുന്നത്. എൻ്റെ ചേച്ചിയോട് മാത്രം ഉള്ള കാര്യം പറഞ്ഞു. ചേച്ചി പറഞ്ഞു, നീ മിടുക്കിയാണ്, ആദ്യം എനിക്ക് ആ മിടുക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു എന്നുകൂടി ചേച്ചി പറഞ്ഞു. എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, വലിയ ടെൻഷനൊന്നുമില്ല. എനിക്ക് ആ കൂടി ടെൻഷനുള്ളത് എന്താണെന്നറിയാം മാഡം, പ്രോപ്പറായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒന്ന് ചെലവഴിക്കാനുള്ള ഒരു പ്ലേസോ അല്ലെങ്കിൽ ഒരു സൗകര്യമോ സാഹചര്യമോ ഒന്നുമില്ല. എല്ലാം ഒരു
ചെറിയ ചെറിയ സമയത്തിനുള്ളിലാണ് അതിൻ്റെ ഫലമായുണ്ടായ എല്ലാ കാര്യങ്ങളും ഒരു ഓണ സമ്മാനമായി ഞാൻ കരുതുന്നു. അല്ലാതെ എനിക്ക് റിഗ്രറ്റോ കുറ്റബോധങ്ങളോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് മാഡം ഇത് വായിച്ചാൽ മതി. എനിക്ക് ഉപദേശങ്ങൾ തരരുതേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അയ്യോ, ഞാനാണെങ്കിൽ ഉപദേശിക്കാനങ്ങ് ഭയങ്കരമായിട്ട് മുട്ടിയിരിക്കൊന്നുമല്ല. ഉപദേശം വേണ്ടാത്തവർക്ക് ഉപദേശം കൊടുക്കണ്ട. എന്തിനാ ഉപദേശം? നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ അറിയാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വിചിത്രമായ കഥ നമ്മളോടും പറഞ്ഞു, നമ്മളത് വായിച്ചു. നല്ല കാര്യം, നമ്മുടെ കണ്ടന്റ് അവിടെ ഇരിക്കട്ടെ.